യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യും. പെസഹാകാലം 6-ാമത്തെ ആഴ്ച, വ്യാഴാഴ്ച. തിരുസഭാ മാതാവ് എന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ്. ദുഃഖം സന്തോഷമായി മാറും എന്ന് യേശുക്രിസ്തു നമ്മളോട് പറയുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് ഇന്നത്തെ ദുഃഖം മാറി സന്തോഷമായിട്ട് മാറുക എന്ന്. ഇന്നത്തെ എൻ്റെ സങ്കടങ്ങളൊക്കെ മാറി സന്തോഷത്തിലേക്ക്, ഇന്നത്തെ പ്രയാസങ്ങൾ, ഇന്നത്തെ കടബാധ്യതകൾ, ഇന്നത്തെ രോഗാവസ്ഥകളൊക്കെ മാറി സന്തോഷത്തിലേക്ക് മാറുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം എന്ന് പറയുക. ക്രിസ്തുനാഥൻ പറയുന്നതും അത് തന്നെയാണ്. അല്പം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഒരിക്കൽ പറയുന്നു നിങ്ങൾ എന്നെ കാണും, പിന്നീട് പറയുന്നു നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കാണും. ഇതൊരു പ്രതീക്ഷയെ പറ്റി പറഞ്ഞു വെക്കുകയാണ്. യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക. ഈ ഒരു കാലവും കടന്നു പോകും. നമ്മുടെയൊക്കെ സങ്കടങ്ങളുടെ ഈ ഒരു കാലവും കടന്നു പോകും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ടാകണം എന്നാണ് കർത്താവ് നമ്മളോടൊക്കെ പറഞ്ഞു വയ്ക്കാം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സങ്കടമാണ് എങ്കിൽ ഞാൻ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു കഴിഞ്ഞാൽ ആ സങ്കടങ്ങൾ മാറി സന്തോഷത്തിലേക്ക് മാറും. എന്നാൽ ഇന്നിൻ്റെ ലോകത്തിൽ പല പ്രയാസങ്ങളും വരുമ്പോൾ പകുതി വഴിയിൽ വെച്ച് ജീവിതം നഷ്ടപ്പെടുത്തി പോകുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ല എങ്കിൽ നമ്മൾ ഒരു പഠനവേളയിൽ കടന്നു പോകുമ്പോൾ, പഠിക്കുവാനായിട്ട് ഒരു പുതിയൊരു പാഠം തുടങ്ങുമ്പോൾ അത് പ്രയാസമാണ് എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കുന്ന ഒത്തിരി പേരെ കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം, എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ട് അത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന പതിവ് പലർക്കുമുണ്ട്. അല്ല എങ്കിൽ മെഡിസിൻ പഠിക്കുവാൻ പോയിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, നിന്റെ സമയം ഇനിയും ആയിട്ടില്ല, നീ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുക, നിനക്കുള്ള ഉത്തരം നൽകുവാനായിട്ട് ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുമെന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈ ഒരു കാലവും ഈ ഒരു സമയവും കടന്നു പോകും. എൻ്റെ ഉള്ളിൽ സങ്കടങ്ങളുള്ള ഈ ഒരു നിമിഷവും കടന്നു പോകും. പക്ഷെ എനിക്ക് വേണ്ടത് ഒരു പ്രതീക്ഷയാണ്. എന്നെ സംരക്ഷിക്കുന്ന, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം എൻ്റെ അടുക്കിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു കഴിഞ്ഞാൽ അവിടുന്ന് തീർച്ചയായും എൻ്റെ അടുക്കിലേക്ക് വരികയും എൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റി സന്തോഷത്തിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യും. അതിനു വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ ഈ ദുഃഖവും സന്തോഷമായി മാറുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.